ആഘോഷങ്ങളും ബഹളങ്ങളും ഒക്കെയായി ലോകം ഇങ്ങനെ വൈബ്രൻ്റായി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ അങ്ങോട്ട് ഉഷാറങ്ങോട്ട് മാറിയിട്ടില്ല പുതുവർഷത്തിൻ്റെ. പക്ഷെ ഇതിലൊന്നും താല്പര്യം കാണിക്കാതെ സ്വന്തം ഉള്ളിലെ ലോകത്ത് സമാധാനം കണ്ടെത്തുന്ന മനുഷ്യരും ഉണ്ടാകും നമുക്കിടയിൽ. എന്ത് പുതുവത്സരാഘോഷം, എന്ത് പാപ്പാഞ്ഞി അല്ലേ? പക്ഷേ അവരും നമ്മളുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട മനുഷ്യരാണ്. ഇവരെ നമ്മൾ വിളിക്കുന്നത് അന്തർമുഖരെന്നാണ്. അവർ ഉള്ളിൽ അവരോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. വേൾഡ് ഇൻട്രോവേർട്ട് ഡേ ആണെന്ന്, ലോക അന്തർമുഖ ദിനം. പലപ്പോഴും നമ്മുടെ സമൂഹം കരുതുന്നത് ഉച്ചത്തിൽ സംസാരിക്കുന്നവരും എപ്പോഴും ആൾക്കൂട്ടത്തിന് നടുവിൽ ഇടപെടുന്നവരും ഒക്കെയാണ് മിടുക്കർ എന്നാണ്. ഓർമ്മിക്കുക, ആഴക്കടൽ എപ്പോഴും ശാന്തമായിരിക്കും. ഉപരിതലത്തിലാണ് തിരമാലകൾ അലറുന്നത്. എന്നാൽ ആഴങ്ങളിലാണ് മുത്തുകളും പവിഴങ്ങളും വലിയ നിധികളുമൊക്കെ ഇരിക്കുന്നത്. ഇൻട്രോവേർട്ട് ആവുക എന്നത് ഒരു വലിയ കുറവായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. അത് ചിലപ്പോഴൊക്കെ ഒരു സൂപ്പർ പവറുമാണ്. മറ്റുള്ളവർ കേൾക്കാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ആഴത്തിൽ ചിന്തിക്കാനും ലോകത്തെ വ്യത്യസ്തമായ കണ്ണുകളിലൂടെ കാണാനും അങ്ങനെയുള്ള ചില മനുഷ്യർക്ക് സാധിക്കും. നിങ്ങൾ സംസാരിക്കാൻ മടിക്കുന്നു എന്നത് നിങ്ങൾക്കറിവില്ലാത്തതുകൊണ്ടാകണമെന്നില്ല. മറിച്ച് ഓരോ വാക്കും കൃത്യമായി ഉപയോഗിക്കണം എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ്. ലോകത്തെ മാറ്റിമറിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ, ബിൽ ഗേറ്റ്സ്, ജെ.കെ. റൗളിംഗ്, വാറൻ ബഫറ്റ് എന്നിവരെല്ലാം അന്തർമുഖരായിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഒരിടത്ത് സമാധാനമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അഭിമാനത്തോടെ ചെയ്യൂ. നിങ്ങൾ ഇൻട്രോവേർട്ടാണ് എന്ന് പലതവണ പഴിപറഞ്ഞ മനുഷ്യരുടെ മുൻപിലേക്ക് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളെല്ലാം ഒന്നെടുത്തുപയോഗിച്ചുള്ളൂ. വാറൻ ബഫറ്റ് ആണെങ്കിലും ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെങ്കിലും ജെ.കെ. റൗളിംഗ് ആണെങ്കിലും അവരെല്ലാം എന്നെപ്പോലെ തന്നെയാണെന്ന് കരുതിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ലോകത്തിന് ശബ്ദമുണ്ടാക്കുന്നവരെ മാത്രമല്ല, കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് നടപ്പിലാക്കുന്ന നിശബ്ദരായ നിങ്ങളെയും ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചിലപ്പോഴൊക്കെ നിശബ്ദത ഒരു വലിയ ആഭരണമാണ്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും, ഔഷധത്തെക്കാൾ വലിയ ഗുണം. അതുകൊണ്ട് എല്ലാ ലോകത്തെ ഇൻട്രോവേർട്ടുകളായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ദിവസം കൂടിയാണ്, അഥവാ നമ്മളുടെ ദിവസം കൂടിയാണ്.